നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിന് സമാന്തരമായിട്ട് കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഓരോ പ്രപഞ്ചത്തിലും നമ്മുടെ തന്നെ പല പല പതിപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഒരു പ്രപഞ്ചത്തില് നമ്മുടെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഉയർന്ന വെർഷനിലുള്ള ഒരു പതിപ്പാണുള്ളതെന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ട് ഈ ഒരു ഐഡിയ? ഈ ഒരു ആശയം തന്നെയാണ് മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഒരു തിയറി, ക്വാണ്ടം ഫിസിക്സിലെ ഒരു തിയറി പറയുന്നത്. ഈ ഒരു മെനി വേൾഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു തിയറി ശാസ്ത്രീയമായിട്ട് ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ചില ടെക്നിക്കുകൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ പ്രകടമായ പല പുരോഗതിയും കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺഷ്യസ്ലി കൺസിസ്റ്റന്റ്ലി ഒബ്സർവ് യുവർ ഹയർ വെർഷൻ എന്നുള്ളതാണ്. വളരെ ബോധപൂർവം നിരന്തരമായിട്ട് നമ്മുടെ ആ ഒരു ഹയർ വെർഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഉയർന്ന ആഗ്രഹമുള്ള ആ ഒരു ഹയർ വെർഷനെ നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു ഉയർന്ന വെർഷനെ നമുക്ക് കാണണമെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു റിക്വയർമെന്റ് ഉണ്ട്. നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം ഇങ്ങനെ നമ്മുടെ ഈ ഹയർ വെർഷനെ ഒബ്സർവ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സമയം, അല്ലെങ്കിൽ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാലുള്ള ആ കുറച്ച് സമയം. അപ്പൊ ഈ ഒരു സമയത്ത് വളരെ ശാന്തമായിരിക്കുന്ന ഈ ഒരു മൊമെന്റില് നമുക്ക് നമ്മുടെ ഹയർ വെർഷൻ, അതിപ്പോ എനിക്ക് കുറെ അധികം സമ്പന്നനാവണം, കുറെ അധികം നല്ല പണമുള്ള ഒരു മനുഷ്യനാവണം, നല്ല കരിയർ ഉള്ള ഒരു മനുഷ്യനാവണം, നല്ല കുടുംബം, നല്ല ഫാമിലി ഉള്ള ഒരു മനുഷ്യനാവണം, ഇതൊക്കെയാണ് ഞാൻ എന്റെ ഹയർ വെർഷനിൽ ആലോചിക്കുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ അതാണ് ഞാൻ കോൺഷ്യസ്ലി കൺസിസ്റ്റന്റ് ആയി നിരന്തരമായിട്ട് ഒബ്സർവ് ചെയ്യേണ്ടത്. അതെങ്ങനെ ഒബ്സർവ് ചെയ്യേണ്ടത്? അതിനുള്ള പല ടെക്നിക്കുകളുണ്ട്. വിഷ്വലൈസേഷൻ. അപ്പൊ ഞാനിവിടെ ചിന്തിക്കുന്നത് അങ്ങനെ ആ ഒരു ഐഡിയൽ ആയിട്ടുള്ള എനിക്ക് ആഗ്രഹമുള്ള ആ ഒരു വ്യക്തിയായി ഞാൻ തീർന്നു കഴിഞ്ഞു, ആ ഒരു മോമെന്റ്, അതാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടി ജസ്റ്റ് ഒരു 8 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡിന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. വലിയൊരു മൂവി 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന്റെ മൂവി പോലെയൊന്നല്ല ഈ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറയുന്നത്. ആ കൂടി ജസ്റ്റ് ഒരു 6 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 8 സെക്കൻഡ് നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പ്ലേ ചെയ്യാൻ സാധിക്കണം. അത് പ്ലേ ചെയ്യുന്നതോടുകൂടെ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്, ഐ ആം സോ ഹാപ്പി, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു, ഞാൻ വളരെയധികം നന്ദിയുണ്ട് എന്നുള്ള തരത്തില് ആ ഒരു ഉയർന്ന വൈബ്രേഷനിൽ നിന്നുകൊണ്ടായിരിക്കണം ഈ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമ്മൾ പ്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ സ്ഥിരമായി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു വിശ്വാസമായി മാറും. ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാല് ആ വിത്ത് പിന്നീട് മുളച്ച് ചെറുതായി പിന്നെയാണ് അതൊരു വലിയൊരു മരമായി മാറുന്നത്. അതുപോലെ തന്നെ ഹയർ വേർഷനിലേക്ക് മാറുന്നതിനുള്ള ആയിട്ടുള്ള ആ ഒരു വിത്ത് നമ്മളത് വിതയ്ക്കാണ്. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ട് ആ ഒരു വിത്ത് ഇട്ടതിന് ശേഷം അതിനെ കൂടുതൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു വളമാണ് നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ഐഡിയാസ്, പല പല ആശയങ്ങൾ നമുക്ക് കാണിച്ചു തരും. അപ്പൊ അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ ഇത് ചെയ്യേണ്ട സമയം എപ്പോഴാന്ന് പറഞ്ഞു, നമ്മുടെ ഉപബോധ മനസ്സ് വളരെയധികം ആക്റ്റീവ് ആയി നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് കുറെ കൂടി കൊഹിറന്റ് ആയിട്ടുള്ള, കുറെ കൂടി ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസത്തില് ഞാൻ പറഞ്ഞു ആ ദിവസം തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ആ ദിവസം അവസാനിക്കുന്നതിന് മുമ്പായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സമയത്തും ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. ഇതാണ് കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മള് ഉറങ്ങുന്നതിന് മുമ്പ് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് പതിക്കാനാണെങ്കിൽ ഇനി നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സ് ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കോൺഷ്യസ്ലി ഇൻസ്ട്രക്ട് യുവർ കോൺഷ്യസ് മൈൻഡ് ടു ബി യുവർ ഹയർ സെൽഫ്. ബോധപൂർവം നമ്മുടെ ബോധ മനസ്സിനെ നിർദ്ദേശിക്കുകയാണ് നമ്മുടെ ഉയർന്ന വെർഷനിലേക്ക് പോവാനായിട്ട്. അതെങ്ങനെയാ സാധിക്കുക? അതിനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, പല തുള്ളി പെരുവെള്ളം. അപ്പൊ ഇവിടെ ഓരോ മൊമെന്റിലും വളരെ കോൺഷ്യസ്ലി, വളരെ ബോധപൂർവം ഒരു കാര്യം നമ്മൾ നമ്മുടെ മൈൻഡിനോട്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനോട് ചോദിക്കണം. ഇത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ റൈറ്റ് ട്രാക്കിലേക്ക് പോവും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനുള്ള ഉത്തരം ആദ്യം പറയാം. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ അനലിറ്റിക്കൽ മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇയാള് പൊതുവെ ഒരു അലസ മനോഭാവമുള്ള ഒരു സംഭവമായിരിക്കും. അതായത് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇയാള് ചിലപ്പോ പല പല ഗോസിപ്പുകൾ നോക്കും, അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഇയാൾക്ക് എന്തെങ്കിലും കുറെ പണികൾ കൊടുത്തു കഴിഞ്ഞാല് ഇയാൾ വളരെ ഉണർവോട് കൂടിയിട്ട് ഇത് ചെയ്യും. അതാണ് ഈ ഒരു അനലിറ്റിക്കൽ മൈൻഡിന്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ ഈ അനലിറ്റിക്കൽ മൈൻഡിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്.
എന്താണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? ഇതാണ്, വാട്ട് ഈസ് ദാറ്റ് സിംഗിൾ തിങ് ദാറ്റ് ഐ മസ്റ്റ് ഡു അറ്റ് ദിസ് മോമെന്റ്? എന്താണ് ഞാൻ ചെയ്യേണ്ട ആ ഒരു കാര്യം? കുറെ അധികം കാര്യം ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു കാര്യം ഈ ഒരു മൊമെന്റിൽ ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ സാധിച്ചാൽ മതി. അതായത് ഒരു മുറിയില് കുറെ അധികം ബുക്കുകളുണ്ട്. ഈ ഓരോ ബുക്കുകളും നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ബുക്കുകളാണ്, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ബുക്കുകളാണെന്ന് വിചാരിക്കുക. പക്ഷെ ഈ എല്ലാ ബുക്കുകളും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വായിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതേസമയം ഇങ്ങനെ വിചാരിക്കുക, ഓക്കെ, ഈ എല്ലാ ബുക്കുകളും എനിക്ക് ഇഷ്ടമുള്ളതാണ്, പക്ഷെ ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു പുസ്തകം മതി എനിക്ക് വായിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു എളുപ്പം തോന്നും, ഒരു ഈസിനെസ്. വളരെ എളുപ്പമാണല്ലോ, ജസ്റ്റ് ഒരു കാര്യമല്ലേ ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത്, വാട്ട് ഈസ് ദാറ്റ് സിംഗിൾ തിങ് ഐ മസ്റ്റ് ഡു ഇൻ ദിസ് മോമെന്റ്? ഈ ഒരു നിമിഷത്തിൽ ഞാൻ ചെയ്യേണ്ട അടുത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? അത് ഞാൻ ഫോക്കസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അങ്ങനെ ഓരോരോ മോമെന്റിലും ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ പല പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പല പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സംഭവിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു കാര്യത്തിൽ മാത്രമാണ്. അപ്പോ ഇങ്ങനെ എല്ലാ നിമിഷത്തിലും ഇത്തരത്തില് ഈ അനലിറ്റിക്കൽ മൈൻഡിനോട് ചോദ്യം ചോദിച്ചിട്ട് ആളെ ഒന്ന് ആക്റ്റീവായി നിർത്താൻ സാധിച്ചു കഴിഞ്ഞാല് പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നടക്കുന്നു മാത്രമല്ല, ബാക്കി കാണുന്നവർക്ക് അതൊരു അത്ഭുതമായി തോന്നുകയും ചെയ്യും. അപ്പോ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ തന്നെ ഒരു ഹയർ വെർഷൻ എന്താണെന്ന് ഉള്ള രീതിയിലും വേണമെങ്കിൽ ഈ ചോദ്യം ചോദിക്കാം. അത് സെയിം ക്വസ്റ്റ്യൻ തന്നെ കുറച്ചുകൂടി ഒന്ന് റീഫ്രെയിം ചെയ്യുന്നു, കുറച്ചുകൂടി ചെറിയൊരു മാറ്റം വരുത്തുന്നു. അത് ഇങ്ങനെയാണ്, ഇപ്പൊ എനിക്ക് വലിയൊരു സമ്പന്നനാവണം, ഒരു ബില്യനെയർ ആവണം, അല്ലെങ്കിൽ ഒരു മില്യനെയർ ആവണം എന്നതാണെങ്കിൽ, വാട്ട് ഈസ് ദാറ്റ് സിംഗിൾ തിങ് റൈജോ ആസ് എ മില്യനെയർ വിൽ ഡു ഇൻ ദിസ് മോമെന്റ്? എന്താണ് ആ ഒരു കാര്യം മില്യനെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബില്യനെയർ ആയിട്ടുള്ള റൈജോ ഈ ഒരു മൊമെന്റിൽ ചെയ്യേണ്ടത്? അപ്പൊ എനിക്ക് ചിലപ്പോൾ ഒരു ഐഡിയ തോന്നും, ഓക്കെ, ഇപ്പോ ഈ ഒരു മൊമെന്റിൽ ഇൻവെസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാവുന്ന സ്റ്റോക്കുകൾ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ് എന്താണ്, ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ്, മേ ബി അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഒരു കാര്യം ഞാൻ ഫോക്കസ് ചെയ്തു, എന്നിട്ട് അതിനു വേണ്ടി ഒരു കാര്യം ഞാൻ ചെയ്തു. അത് കഴിയുമ്പോൾ എനിക്ക് പല പല ഐഡിയാസ് വരും, അതിലൊരു കാര്യത്തിൽ ഞാൻ ഫോക്കസ് ചെയ്തു. ഇങ്ങനെ ഓരോ മൊമെന്റിലും ഞാൻ എന്റെ തന്നെ ആ ഒരു ഹയർ വെർഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നു. ആദ്യം പറഞ്ഞത് കോൺസ്റ്റന്റ്ലി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ്ലി നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ പുഷ് ചെയ്യാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോധ മനസ്സും ഉപബോധ മനസ്സും ഒരുപോലെ പ്രവർത്തിച്ചിട്ട് അവിടെ നമ്മുടെ ഹയർ വെർഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള നല്ല ഉയർന്ന വെർഷൻ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇവരോട് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറെ അധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. അപ്പൊ ഇതുപോലെ ഉപകരിക്കുന്ന കുറെ അധികം നല്ല വീഡിയോസ് ചെയ്യാൻ ഇനിയും എനിക്ക് സാധിക്കട്ടെ. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.